പി വി അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമോ എന്നതിൽ അൻവറിന്റെ തീരുമാനം ഇന്നറിയാം. ഏത് മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നതിൽ ഇന്ന് തീരുമാനം പറയുമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത്. DFO ആക്രമണ കേസിൽ ജയിൽ മോചിതനായതിന് പിന്നാലെ ഇനി ഒറ്റയാൾ പോരാട്ടമല്ലെന്നും UDF-മായി കൈകോർത്ത് സർക്കാരിനെതിരെ പോരാടുമെന്നും അൻവർ പറഞ്ഞിരുന്നു. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അരുൺ, എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പി വി അൻവറിന്റെ തുടർ രാഷ്ട്രീയ നീക്കം ഇനി എന്തായിരിക്കും എന്ന് തന്നെയാണ്. UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് അൻവറിന്റെ നീക്കം എന്ന് നമുക്ക് വാക്കുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. UDF-ഉം ആ ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. എന്തായാലും 9 മണിക്ക് വാർത്താ സമ്മേളനം നടക്കും. അപ്പോൾ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? ഹിമ, ഗുഡ് മോർണിംഗ്. അത്തരം പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം പി വി അൻവർ നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവർ 2.0 എന്ന തരത്തിലേക്ക് തന്നെ ഒരു രാഷ്ട്രീയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ ഒരു അവസരം അൻവറിന് ലഭിച്ച ഒരു സുവർണാവസരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അൻവറിന് ഒരു തിരിച്ചുവരവ് തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു ന്യൂസ് മേക്കർ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ പി വി അൻവർ എന്നതിൽ സംശയമില്ല. അത്തരത്തിൽ കോളിളക്കം ഉണ്ടാക്കിയ വിവാദങ്ങൾ പിന്നീട് ഒരു ഇടവേളയിൽ അത് അൻവറിന് സജീവമായി ചർച്ച ചെയ്യപ്പെടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്നാണ് ഈ ജനകീയ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും പി വി അൻവർ എത്തുന്നത്. അവിടെ ഇന്നലെ അൻവർ പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഒറ്റയ്ക്കല്ല പോരാട്ടം എന്ന് പറയുന്നു, UDF-വുമായി സഹകരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു വെക്കുന്നു. UDF നേതാക്കളും കഴിഞ്ഞ ദിവസം പിന്തുണ അറിയിച്ചിരുന്നു. UDF-ന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സൂചനയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഈ അൻവർ ഇടതുപക്ഷത്ത് നിന്ന് CPM-ൽ നിന്നുമായുള്ള സഹകരണം ഒഴിവാക്കി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ വരുന്ന ചോദ്യമാണ്. അതിലേക്കുള്ള ഒരു ഉത്തരത്തിലേക്കാണോ നമ്മൾ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം എന്തായാലും ഉറ്റുനോക്കുന്നത്. എന്തായാലും അൻവറിനെ സംബന്ധിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ പോരാട്ടമാണ്. അൻവർ ഉന്നയിച്ച നിരവധിയായ വിഷയങ്ങളുണ്ട്, ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതെല്ലാം അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് UDF നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതിലൊരു കുറച്ചുകൂടി ഒരു ആധികാരികത കൂടി വരുന്നു എന്നുള്ളതാണ്. VT ബൽറാം ഉൾപ്പെടെ നേരത്തെ കഴിഞ്ഞ തവണ ചേലക്കര ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് പി വി അൻവറിനെ രൂക്ഷമായി വിമർശിച്ച, സൈബർ ഇടങ്ങളിലൊക്കെ വിമർശിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു VT ബൽറാം ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞത്. അൻവർ തിരുത്താൻ തയ്യാറാണെങ്കിൽ അൻവറുമായി യോജിക്കുന്നതിൽ UDF-നും പ്രശ്നമില്ല എന്നുള്ളത്. അത്തരത്തിൽ UDF പോസിറ്റീവായ ഒരു സമീപനം തന്നെ പറയുന്നു. അൻവറും UDF-ന് നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി വരും മണിക്കൂറിൽ എന്തായാലും നമുക്കതിൽ കൂടുതൽ വിശദീകരണമോ വ്യക്തതയോ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും കണ്ടറിയേണ്ടത്. ഹിമ, ശരി, തീർച്ചയായും അത് തന്നെയാണ്. ഇനി തുടർ നീക്കങ്ങൾ അൻവറിൻ്റെത് എന്തായിരിക്കുമെന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. എന്തായാലും UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവന്നതാണ്. അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നു, അതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം. അതിന് പിന്നാലെയാണ് ഇനി ഒറ്റയാൾ പോരാട്ടമല്ല, UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് അൻവർ എത്തിയത്. അൻവറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ. അത് വളരെ വിശദമായി പത്രസമ്മേളനത്തിൽ ആ രാഷ്ട്രീയവും നിങ്ങളോട് വിശദീകരിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ്. അതിൽ ഒരു കാരണവശാലും ഈ ബില്ല് അവിടെ പാസ്സാവാൻ പാടില്ല. ആ നിലപാട് എടുക്കാൻ ശക്തമായ സമരം തുടങ്ങുമെന്നാണ് ഇന്നിപ്പോൾ കുഞ്ഞാടി സാഹിബിൻ്റെ പ്രസ്താവന കാറിൽ വരുമ്പോൾ ഞാൻ കേട്ടത്. ജനങ്ങൾ എതിർത്തെങ്കിലും സഭയിലെത്തിയാൽ ഇത് പാസ്സാകും ഉറപ്പല്ലേ. 98 MLA-മാരുണ്ട് അവരുടെ കൂടെ. മൃഗീയമായ ഭൂരിപക്ഷം എന്ത് ബില്ല് കൊണ്ടുവന്നാലും പാസ്സാക്കാൻ കഴിയും. അതുകൊണ്ട് സഭയിൽ ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം ഈ ഗവൺമെൻറ് ഉണ്ടാവരുത്. ആ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഈ നാട്ടിൽ ഉയർന്നു വരണം. എങ്കിൽ മാത്രമേ ഈ ജനങ്ങൾ ഇതിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. വലിയ ജനകീയ വിഷയങ്ങളൊക്കെ ഉയർത്തിയുള്ള അൻവറിന്റെ പോരാട്ടം എന്തായാലും CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇനിയിപ്പോൾ UDF-ലേക്ക് കൂടി പോവുകയാണെങ്കിൽ CPM കൂടുതൽ പ്രതിരോധത്തിലാകും എന്ന കാര്യം തീർച്ചയാണ്.